പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് രാഷ്ട്രീയം? ഇത് വോട്ടിനെ സഹായിക്കുമോ? സത്യം പറഞ്ഞാൽ ഈ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെയോ അല്ലെങ്കിൽ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനെയോ രാഷ്ട്രീയമായി ഉപയോഗിച്ചത് ആരാണ്? സംസ്ഥാന സർക്കാരല്ല, പിണറായി വിജയൻ സർക്കാരല്ല അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചത്. നമ്മൾ അതിനകത്ത് ഒരു രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ഇപ്പോൾ പറയേണ്ടി വരും. രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം UDF-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പെൻഷൻ മുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. ആ പെൻഷൻ മുടങ്ങിയ സമയത്ത് അടിമാലി സ്വദേശിയായ മറിയക്കുട്ടിയെ ഒരു കറുത്ത ചട്ടിയും കൊടുത്തുകൊണ്ട് തെരുവിൽ അവർക്കൊപ്പം 2 സ്ത്രീകളെയും കൂടെ, പ്രായമായ 2 സ്ത്രീകളെയും കൂടെ ചേർത്തുകൊണ്ട് സമരത്തിനിറക്കിയത് ആരാണ്? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? UDF അല്ല എന്ന് പറഞ്ഞുകൊണ്ടോ അതിൻ്റെ പിന്നിൽ കോൺഗ്രസ് അല്ല പ്രവർത്തിച്ചതെന്നോ പറഞ്ഞ് നൈസായി കൈ കഴുകാൻ നോക്കണ്ട. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മറിയക്കുട്ടി ചേട്ടത്തി ഇങ്ങനെ പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമായി അവർക്ക് കൊടുത്ത പ്രത്യുപകാരമായിരുന്നു ആ വീട്, KPCC നിർമ്മിച്ചു കൊടുത്ത വീട്. അല്ല എന്ന് KPCCക്കും പറയാൻ പറ്റില്ല. KPCC തന്നെയാണ് ആ വീട് വെച്ച് കൊടുത്തത്. പിന്നീട് ആ മറിയക്കുട്ടി എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. എന്താണ്, അവർ വീട് വെച്ചതെന്ന് മാത്രമേ ഉള്ളൂ, വീട് അങ്ങനെ കഴിയുന്നുണ്ട് എന്ന് പോലും നോക്കാൻ അവർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ നേരെ BJP-യിലേക്ക് ചേർന്നു. അവർക്ക് വീടായി, ഇനി BJP-ക്കാർ ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം അവർക്ക് വരുമാനം കൊടുക്കുമായിരിക്കും.